കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഈ മാസം ഇതുവരെ 3600 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് മാത്രം സ്വർണ്ണവിലയിൽ 800 രൂപയിലധികം കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 6935 രൂപയിലെത്തി. പവന് 880 രൂപ കുറഞ്ഞ് 55480 രൂപയായി. സ്വർണ്ണവിലയിൽ കുറച്ചു നാളുകളായി ഉണ്ടായിരുന്ന ഉയർച്ച പവന് 65000ലേക്ക് വൈകാതെ എത്തുമെന്ന സൂചനകളാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ഈ കുറവ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസവുമാണ്. ആഭരണം വാങ്ങുന്നവർ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ്. ഔൺസ് സ്വർണത്തിന് $2562 പുതിയ വില. നേരത്തെ 2800 രൂപയിലേക്ക് അടുത്തിരുന്നു. വരും ദിവസങ്ങളിലും വില കുറയാൻ സാധ്യതയുണ്ട്. വില കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 5720 രൂപയിലെത്തി. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 97 രൂപയായി. സെപ്റ്റംബർ 21 രേഖപ്പെടുത്തിയ വിലയിൽ നിന്നും സ്വർണം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ഉപഭോക്താവ് നൽകേണ്ടതുണ്ട്. എന്നാലും ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 60000 രൂപയിൽ താഴെയാകും ചെലവ് വരിക. നേരത്തെ വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിയവർ സ്വാഭാവികമായും ഇന്ന് നിരാശയിലാകും. വില കുത്തനെ വർദ്ധിച്ച വേളയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നിരുന്നു. ഉയർന്ന വിലയിൽ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ വിറ്റഴിക്കൽ. വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ദിവസമാണെന്ന്. ഡോളർ കരുത്ത് വർദ്ധിക്കുന്നതും സ്വർണ്ണവില കുറയാൻ ഒരു കാരണമാണ്. ഏറെ കാലത്തിനു ശേഷം ഡോളർ സൂചിക 106.66 എന്ന നിരക്കിലെത്തി. അതേസമയം ഇന്ത്യൻ രൂപ വലിയ തോതിൽ ഇടിഞ്ഞു എന്നത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വസ്തുതയാണ്.